പഠിപ്പിച്ചു തന്നയാൾ അബൂബക്കറാണ്. ആദ്യമായിട്ട് സ്വർഗത്തിൽ കിടക്കുന്നയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാൾക്കും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിജ്റയുടെ വേള, ഹിജ്റയുടെ സമയം, ഹിജ്റ പോകണമെന്ന് ഓർഡർ വന്നപ്പോൾ ആദ്യമായിട്ട് അബൂബക്കറിനെയാണ് വിളിക്കുന്നത്. അബൂബക്കറെ, ഞാൻ മക്കയിൽ നിന്ന് പോവുകയാണ്, ഞാൻ എന്റെ നാടിലേക്ക് പോവുകയാണ്. അബൂബക്കറെ, നീ എന്റെ കൂടെ വരണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ത്യാഗപൂർണമായ ഹിജ്റയുടെ യാത്ര. ഹബീബിന് നടക്കാൻ കഴിയാതെ നടന്ന് കാലുപൊട്ടിയിട്ട് രക്തം പൊട്ടി ഒഴുകുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തോളിലെടുത്തു നടന്ന സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിക്കാൻ കഴിഞ്ഞതുപോലെ ഒരാൾക്കും ലോകത്ത് പ്രണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതം മുഴുവനും റസൂലുള്ളാഹിന്റെ കൂടെ ഒഴിഞ്ഞു വെച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും അമ്പിയാക്കൾ കഴിഞ്ഞാൽ എല്ലാ വിശ്വാസികളുടെയും ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് ഭാരം കൂടും. കാരണം അത് പ്രവാചകനോടുള്ള പ്രണയമാണ്, ഹബീബിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് എല്ലാവരെയും മാറ്റുക. ഈ കൽബാർക്ക് കൊടുക്കാനുള്ളതാണ്. ഏതെങ്കിലും വൃത്തികെട്ടവർ കൊടുക്കാനുള്ളതാണോ? ഏതെങ്കിലും വൃത്തികെട്ടവർക്ക് കൊടുക്കാനുള്ളതാണോ ഈ കൽബ്? ഈ കൽബത്ര മഹത്വമാണ്. ഏതെങ്കിലും വൃത്തികെട്ടവളെ സ്വപ്നം കണ്ട് ചെലവഴിക്കാനുള്ളതാണോ? പ്രിയപ്പെട്ട കൂട്ടുകാരാവിന്റെ കൽബ് ഏതോ പാതിരാക്ക് ഒടിഞ്ഞു വീണ പോസ്റ്റിൻ കാലിലിരുന്ന് നീ ആരോടോ കിന്നാരം പറയുകയാണ്. ആരാ മോനെ നിന്റെ മറുതലക്കുള്ളത്? ഏതോ പുറത്തിനുള്ളിൽ കൂടിയ വൃത്തികെട്ടൊരു പെണ്ണല്ലേ? നീ അവൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണോ നിന്റെ കൽബ്? പ്രിയപ്പെട്ട ഉമ്മമാരെ, ആർക്ക് കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ കൽബ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊന്നാര മകളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഫാത്തിമത്ത് ബിൻതി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. അവിടുത്തെ ഭാര്യമാരത്ര ഭാഗ്യവതികളാണ്. അവിടത്തോട് ശരീരത്തോട് ശരീരം ചേർത്ത് വെക്കാൻ അവസരം ലഭിച്ച ഭാഗ്യഭാര്യമാർ. അവിടുത്തെ ചുണ്ടുകളോട് ചുണ്ടുകൾ ചേർത്ത് വെക്കാൻ അവസരം ലഭിച്ച ഭാര്യമാർ, മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മമാർ. അവരുടെ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ഹബീബിനെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവിടുത്തെ പ്രണയിച്ചുകൂടെ? അവിടുത്തെ പ്രണയിച്ച ആള് പ്രണയമൊരിക്കലും വെറുതെയാകില്ല. ഇവിടെ നീ പ്രണയിച്ച കാമുകൻ അവൻ പ്രായമുള്ളവനാകും, അവൻ വയസ്സനാകും, അവൻ കിളവനാകും, നീയും കിളവിയാകും. അവനൊരു ദിവസം മരണപ്പെടും, നീയും മരണപ്പെടും. എങ്കിൽ മരിക്കാത്ത പ്രേമം നിന്നെ പ്രേമിച്ചാൽ ആ പ്രേമത്തിന്റെ കാമുകൻ നീ പ്രേമിച്ചവനാണ് സ്വർഗത്തിൽ നിന്നെ ഹൗലുൽ കൗസറിന്റെ മുന്നിൽ പാനപാത്രവുമായി കാത്തിരിക്കും. പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് മാറ്റൂ. മനസ്സിൽ നിന്ന് എല്ലാവരെയും മാറ്റുക. നമ്മുടെ കൽബിലേക്ക് ഹബീബ് വരണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിനെ കാണാൻ മാത്രം പവിത്രതയുള്ള മനസ്സ് നമ്മുടെ മനസ്സാകണം. അതുകൊണ്ട് മനസ്സിന് മോശപ്പെട്ടത് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കണ്ണ് ഹബീബിനെ കാണാൻ പറ്റിയ കണ്ണാകണം. അതുകൊണ്ട് കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല. നമ്മുടെ കാതുകൾ ഹബീബിനെ കേൾക്കാൻ പറ്റിയ കാതുകളാകണം. അതുകൊണ്ട് കാതുകൾ കൊണ്ട് ഹറാമ് കേൾക്കാൻ പാടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ കനവിലെങ്കിലും എന്റെ ഹബീബ് ഒന്ന് വരണം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ കനവിൽ എന്റെ കാമുകൻ വന്നിരുന്നെങ്കിലും ആലോചിച്ച് കിടന്നുറങ്ങണം.